അപ്പൊ നമുക്ക് എന്തും തിരിച്ചു കിട്ടുന്ന ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്തും ചെയ്യണത്. അല്ലെ ചെയ്യില്ല. അല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കും. 10 പേരെ അറിയിക്കണം ഞാൻ ഇന്നത് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. ആണോ അല്ലയോ? ഞാൻ വീണ്ടും തിരിച്ചതിലേക്ക് വരിക. അപ്പൊ ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ മുറിയിൽ ഒരു ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഫോട്ടോ ഇട്ടാ എന്താ കുഴപ്പം? എന്തോ തോന്നുന്നു? ഇന്നുകൊണ്ട് ഇവിടുത്തെ ഭഗവതിയുടെ ഒരു ഫോട്ടോ മുറി തൂക്കുമോ? ഒന്നും വേണ്ടുന്നില്ല. തൂക്കണം. എന്തിനു ഭയക്കണം? ഒരു ഭയവും വേണ്ട. ഇതെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചു. അയ്യോ ഭദ്രകാളി അതൊരു വല്ലാത്ത സാധനം. ശിവന് അങ്ങേരാണെങ്കിൽ ചൂടന് അങ്ങോട്ട് അടുക്കുകയേ ചെയ്യരുത്. പിന്നെ ആളുള്ളത് പിന്നെ കിട്ടനാ പിന്നെ അങ്ങേരെ ഇച്ചിരി പാവം, കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പാർട്ടി അങ്ങേരേ ഉള്ളൂ. മുരുകൻ ആള് പയ്യനാണേലും ദേഷ്യം വന്നാൽ കുത്തു. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് ഈശ്വരങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമ്മളെ അങ്ങ് അകത്തി മാറ്റി. അതുകൊണ്ട് എന്ത് പറ്റി? നമുക്ക് ആരെയും വിളിക്കാൻ വയ്യ, എല്ലാരെയും വിളിക്കാൻ പേടിയാ. ഭദ്രകാളിയുടെ നാമം ജപിക്കാൻ തുടങ്ങുമ്പോഴേ അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേന്ന് പതുക്കെ പറയുള്ളൂ. ഇവിടെ കേട്ടാൻ തോന്നുന്നു. ഈ ഒരു ഭയപ്പാടുള്ളിൽ നിന്ന് മാറ്റുന്നേ. നമ്മുടെ പ്രവൃത്തി നന്നാണോ? ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. ഒരു ദേവനെയും പേടിക്കേണ്ട, മനുഷ്യനെയും പേടിക്കേണ്ട. നമ്മുടെ പ്രവൃത്തി നന്നല്ലെങ്കിൽ എല്ലാവരെയും പേടിച്ചിടില്ല. അല്ലേ? ശരിയാണോ ഞാൻ പറയണത്? നമ്മൾ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യണില്ല എങ്കിൽ ഏത് ഈശ്വരനാ നമ്മളെ ശിക്ഷിക്കുമോ? നമുക്ക് എന്താ ഈശ്വരനെ ഭയം? നമ്മൾ ചെയ്യണതൊക്കെ തെറ്റാന്ന് നമുക്ക് തന്നെ ബോധമുള്ളത് കൊണ്ടാണ്. അല്ലേ? ശരിയാണോ ഞാൻ പറയണത്? നമ്മൾ എന്തിനാ ഒരാളെ കുറ്റം പറയണേ? എന്തിനാ നമ്മളൊരാളെ കുറ്റം പറയണേ? എന്തിനാ പറ? നമ്മളുടെ മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ പറയില്ലേ? എന്തിനാ പറയണേ? നമ്മുടെ കുറ്റം ആരും അറിയാതിരിക്കാനാ. നമ്മുടെ കുറ്റം മറ്റാരും അറിയാതിരിക്കാൻ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് മുൻപിലങ്ങ് വെക്കുക. അല്ലേ? അപ്പൊ മരിക്കുമ്പം ഈശ്വരീയമായ ചിന്ത ഉണ്ടാവണമെങ്കിൽ ബോധമുള്ള കാലത്ത് ആ ഈശ്വരീയമായ ചിന്ത ഉണ്ടാവണം. നമുക്ക് കഴിഞ്ഞ വർഷം പറഞ്ഞ എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ? സമ്പ്രദായത്തിന് ഉണ്ടോ? വേണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഒന്നും ഓർമ്മയില്ല. കാരണം നമ്മളത് വിട്ടു. അതേസമയം ഞാനിപ്പോ ഒരു സിനിമയിലെ ഒരു പാട്ടിന്റെ ഒരു വരി പറയാം. നിങ്ങളത് ഓർക്കൊന്നും നോക്കണം. ഒരു മുறை വന്നു പാത്തായ ഓർമ്മയുണ്ടോ? ഏതാ സിനിമ? മണിച്ചിത്രത്താഴ്. ആരാ നടി? ശോഭനയുടെ അതിനകത്തെ പേരെന്തുവാ? സ്വഭാവം അറിയപ്പെടുന്ന പേര് നാഗവല്ലി. നടനാരാ? മോഹൻലാൽ. കണ്ടോ? എത്ര വർഷം മുമ്പ് ഇറങ്ങിയ പടവാ? ആ പാട്ട് പാടിയപ്പോഴേ നാഗവല്ലി ഉള്ളിൽ തെളിഞ്ഞില്ലയോ? തെളിഞ്ഞു. എന്തുകൊണ്ടാണ് തെളിഞ്ഞേ? നാഗവല്ലി നമ്മളായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആരെ ഉറപ്പിച്ചു വെച്ചു? നമ്മളും ചില നേരത്ത് ആരാവാറുണ്ട്? നാഗവല്ലി ആവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സ്വരൂപത്തെ ഉള്ളിലേക്ക് ഉറപ്പിച്ചു. ഇന്നലെ പറഞ്ഞ കാര്യം ഗോവിന്ദ. എന്താ കാരണം? നമുക്ക് പ്രീതിയുള്ളത് എന്തെന്നുണ്ടോ അതിനെ നമ്മൾ വേഗം എന്ത് ചെയ്യും? അതുകൊണ്ടാണ് മഹാത്മത്തിന്റെ അന്ന് ഞാൻ പറഞ്ഞു ഒന്നും ഞാൻ ഓർക്കണില്ല. സാധാരണ ഞാൻ പറയാറുണ്ട്, ആരും ഭാഗവതം കേൾക്കാനായിട്ട് വരണ്ടെന്ന് പറയാറുണ്ട്. എന്താ കാരണം? ഭാഗവതം കേട്ടുകളയാനുള്ളതല്ല. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരാളേക്ക് എവിടെ പോണ് ചോദിച്ചതിന് സപ്താഹം നടക്കുന്നത് കേട്ടുകളയാന്ന് വിചാരിച്ചു പോവാ. കേട്ട് കളയാന്ന് വിചാരിച്ചു പോവാന്നാണ്.
അങ്ങനെ കേട്ടുകളയാനുള്ളതല്ല ഭാഗവതം. മനസ്സിലാവണുണ്ടോ? ഭാഗവതം ഹൃദയസ്ഥമാക്കാനുള്ളതാ. ഹൃദയത്തിലേക്ക് അമരുന്നതൊന്നും വിട്ടുപോകില്ല. കേൾക്കണതൊക്കെ കളഞ്ഞു പോകും. ഇപ്പൊ എന്തുകൊണ്ടാണ് നാഗവല്ലി ശോഭനയൊക്കെ ഉള്ളിൽ തിരിഞ്ഞത്? ആ ഒരു രൂപം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് എന്തുണ്ട്? ഉറച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ്. മനസ്സിലാവുണ്ടോ വേണേ? ആ നാഗവല്ലിയുടെ സ്ഥാനത്ത് ഇവിടുത്തെ ഭഗവതി ഒന്ന് ഇരുത്തിയിരുന്നെങ്കിലോ എന്നേ രക്ഷപ്പെടത്തില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? ചെല്ലു പറയാറുണ്ട്, സ്വാമി ഞാൻ അമ്പലത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്താ കാര്യം? എന്റെ മനസ്സ് ശുദ്ധ. ഞാൻ ഇവിടെ ഇരുന്ന് വിളിച്ച ഭഗവതി എന്റെ അടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളത്തരമാ ഏത്? എന്റെ മനസ്സ് ശുദ്ധമാണെന്നുള്ളത്. എന്താ കാരണം? അത്ര പെട്ടെന്നൊന്നും ശുദ്ധമാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല മനസ്സ്. ഞാൻ 2 ചോദ്യം ചോദിക്കാറുള്ളൂ. ഒരു ദിവസം ഒരു നേരമെങ്കിലും ആരുടെയെങ്കിലും ഒരു കുറ്റമെങ്കിലും കേൾക്കാത്ത ദിവസമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരുടെയെങ്കിലും ഒരു കുറ്റമെങ്കിലും പറയാത്ത ദിവസമുണ്ടോ? അതും ഇല്ല. അപ്പൊ കണ്ടവന്റെ കുറ്റം കേൾക്കുകയും ചെയ്യും, കണ്ടവന്റെ കുറ്റം പറയുകയും ചെയ്യുന്ന മനസ്സ് ശുദ്ധമാണോ? പിന്നെ എങ്ങനെ? ഞാൻ ഇവിടെ എന്റെ മനസ്സ് ശുദ്ധമാവുന്ന എങ്ങനെയാ? ഞാൻ പറയാറുണ്ട്, 10-24 കൊല്ലമായി ഇത് ഗുരുക്കന്മാരും ഭഗവാനും എടുത്ത് കൈ തന്നിട്ട് ഇതുകൊണ്ട് നാട് മുഴുവൻ ഓടാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഞങ്ങളുടേത് ശുദ്ധമായിട്ടില്ല. അന്നേരം ഇനി ആണ്ടിലൊരിക്കൽ ഭാഗവതത്തിന്റെ എവിടെയെങ്കിലും ഒരു മൂല കേൾക്കുന്നതല്ലേ? നല്ല കളിയായിരുന്നു. അത്ര പെട്ടെന്നൊന്നും ശുദ്ധമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല നമ്മളെ സംബന്ധിച്ച് മനസ്സ്. എന്താ കാരണം? ഈ ഓരോ വിഷയങ്ങളിലും ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നത് കൊണ്ട് ആ വിഷയങ്ങളെ സ്വാംശീകരിക്കുന്ന മനസ്സൊരിക്കലും അത്ര പെട്ടെന്ന് ശുദ്ധമാവില്ല. സൗന്ദര്യമുള്ളതിനെ കണ്ടാൽ നമ്മൾ നോക്കും, ഇല്ലേ? നോക്കൂ. അതിന് പ്രായമല്ല ഒരു വിഷയമാണ്. ഇപ്പൊ കാണാൻ കൊള്ളാവുന്ന ഒരു പുരുഷൻ അതുവഴി പോയാൽ നിങ്ങളുടെ എല്ലാം പെടലി അങ്ങോട്ട് തിരിയും. അങ്ങോട്ട് തിരിയുകയോ ഇല്ലയോ? അതൊന്നും പറയണില്ല. ചേട്ടന്മാർ അവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാ പറയാതെ. ഉറപ്പായിട്ടും പോവും അങ്ങോട്ട്. എന്താ കാരണം? കണ്ണങ്ങനെയാണ്. കണ്ണ് കാണാൻ കൊള്ളാവുന്നതിന്റെ പിന്നാലെ പോവും. കാണുമ്പോൾ അത് ആസ്വദിക്കും. കണ്ണിൽ കൂടി ആ ദൃശ്യത്തെ നമ്മൾ മനസ്സിലേക്ക് സ്വാംശീകരിച്ച് അതിനെ ആസ്വദിക്കും. ഒരു സംശയം വേണ്ട. കാരണം മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? സൗന്ദര്യമുള്ളതിനെ സ്വീകരിക്കാൻ അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ മനസ്സുദ്ധമാവുന്നത്? ഇവിടുന്ന് കഴിക്കുന്ന ആഹാരത്തിന് ടേസ്റ്റിൽ എന്താ പറയും? അങ്ങോട്ട് മാറിന്ന് അത് പാകം ചെയ്തവനെ ചീത്ത വിളിക്കൂലേ? വിളിക്കുവോ ഇല്ലയോ? വിളിക്കും. എന്താ കാര്യം? നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാ. അപ്പൊ ഇത്തരത്തില് ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായി നിൽക്കുന്നിടത്തോളം കാലം ഈ മനസ്സ് ശുദ്ധമുള്ളവരാണ് അത് ചീത്ത പറയുമോ? ഇല്ല. മനസ്സ് ശുദ്ധിയുള്ളവരാണ് ആ വസ്തുവിന്റെ പിന്നാലെ കണ്ണുപോവോ? പോവില്ല. എന്താ കാരണം? ആ ശുദ്ധത അവിടെ നിലനിൽക്കും. അപ്പൊ നമുക്കൊരു സൗന്ദര്യമുള്ളതിനെ കണ്ടാൽ, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതിനെ കിട്ടിയാൽ നമ്മൾ അതിനെ ആഹരിച്ച് അതിനെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, ആ വസ്തുവിലേക്ക് നമ്മുടെ കണ്ണു പോകുന്നുണ്ടെങ്കിൽ, അതിനെ നമ്മൾ പിന്നെ എന്താ പറയാ നോക്കി കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ടില്ല എന്നർത്ഥം. അപ്പൊ ശുദ്ധിയില്ലാത്ത മനസ്സില് ഈശ്വരൻ വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈശ്വരൻ വാസമുണ്ട്, പക്ഷെ അറിയാൻ കഴിയില്ല. രാമായണത്തിൽ ഭഗവാൻ ചോദിക്കും, ഹേ ഋഷിവര്യ, ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ ചോദിക്കുന്നുണ്ട്, ഹേ രാമ, അങ്ങേക്ക് എവിടെയാ ഇരിക്കാൻ ഇടമില്ലാത്തത്? അങ്ങ് ഇരിക്കണത് മുഴുവൻ ശുദ്ധ ഭക്തന്റെ ഹൃദയത്തിലാണ്. ഇപ്പൊ ഭഗവാന്റെ വാസം എവിടാ? ശുദ്ധ ഭക്തന്റെ ഹൃദയത്തിലാണ്. ഇല്ലേ? ആണോ അല്ലയോ? അപ്പൊ നമ്മൾ ശുദ്ധ ഭക്തരാണോ? അങ്ങനൊക്കെ ചോദിച്ചാൽ ഞങ്ങളിപ്പോ ഇല്ലേ? നമ്മൾ ശുദ്ധഭക്തരാണോ? അല്ല. എന്താണ്? നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചില കുറവുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി സ്വാമി എങ്ങനെ ശുദ്ധഭക്തർ അറിയുന്നേ?
അതും അറിയണ്ടേ? യഥാർത്ഥത്തിൽ ഭക്തൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്നെ കണ്ടപ്പോ ഭക്തനല്ലേ? അല്ലേ? ആ താടിയുണ്ട്, മുടിയുണ്ട്, രുദ്രാക്ഷ മാലയുണ്ട്, കുറിയാണെ 5-6 വലിച്ചു വാരിയുണ്ട്. എന്നെ കണ്ട ഭക്തനാന്ന് തോന്നൂലേ? പക്ഷെ എന്നെ പോലെ ഒരു കള്ളൻ ലോകത്ത് വരെ കാണില്ല. ഭക്തന് ഇതൊന്നും വേണ്ട. ഭക്തന് കുറിയും വേണ്ട, മുടിയും വേണ്ട, താടിയും വേണ്ട, മാലയും വേണ്ട, ഒന്നും വേണ്ട. നമ്മള് ഭക്തി നടക്കുന്നത് എങ്ങനെയാ? നെറ്റിക്ക് എത്ര കുറിയുണ്ടെന്ന് നോക്കും, ഇല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ ഹോമകുണ്ടത്തിന്റെ അവിടെ നിശ്ചയെടുത്തേക്ക് കണ്ണാടിക്കകത്ത്, അപ്പൊ ഇപ്പൊ അമ്പലത്തിൽ കണ്ണാടിയും വെച്ചിട്ടുണ്ട്, അവിടെ ഇന്ന് നോക്കി, അല്ലെ മൊബൈൽ പൊക്കി നോക്കിയിട്ടാ തൊടുന്ന കുറി. ഭക്തന് കുറി തൊടാൻ എന്തിനാ കണ്ണാടി? വേണം. അവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഭദ്രകാളിയുടെ അവിടുന്ന് കുങ്കുമം കിട്ടും, അതെടുത്ത് അതിന്റെ മുകളിൽ തൊടും. പക്ഷെ ഇവിടെ അപ്പുറം മാറുമ്പോൾ അവിടെ ചന്ദന ഇരിപ്പുണ്ടാവും, അതെടുത്ത് അതിന്റെ മുകളിൽ തൊടും. നാഗരാജാവിനോട് ചെല്ലുമ്പോൾ മഞ്ഞപ്പൊടിയുണ്ട്, അതിൽ ചെടുത്ത് അതിന്റെ മുകളിൽ തൊടും. അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പം യോഗീശ്വരന്റെ അവിടെ മൂർത്തിയുടെ ഭസ്മം ഇരിപ്പുണ്ടേ, അതെടുത്ത് അതിന്റെ മുകളിൽ തൊടും. അപ്പൊ എത്ര കുറിയായി? 5-6 കുറിയായി. പകുതി കൂടിയോ പിന്നെ നമ്മളങ്ങ് വലിയ പക്കതയാണ്. മനസ്സിലാവുന്നുണ്ടോ പറയണേ? ഭക്തന് ഇതൊന്നും വേണ്ട. അപ്പൊ ചോദിക്കട്ടോ, മനുഷ്യ താ പിന്നെ എന്തിനാ ഈ താടിയും മുടിയും വളർത്തി ഈ രുദ്രാക്ഷ മാലയെ കേട്ട ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കണേ? നിങ്ങളെ പറ്റിക്കാന്. അതൊന്ന് സംശയമുണ്ടോ കാര്യത്തിൽ? ഇനി ഞാൻ ഈ താടിയും മുടിയും ഒന്നും ഇല്ല, പിന്നെ മാലയൊന്നും ഇല്ല, ഒരു മൊട്ട അടിച്ച് ക്ലീൻ ഷേവൻ ചെയ്ത് ഒരു മുണ്ട് കൊടുത്തോണ്ട് ഇവിടെ വന്നിരുന്നാ നിങ്ങൾ നോക്കിയ സ്വന്തം പറയും, എങ്ങനെയുണ്ടടി ആചാര്യൻ? കണ്ട ഒരു ലുക്കില്ലടി, പറയോ ഇല്ലയോ? കാരണം നമുക്കെല്ലാം ഇപ്പൊ പുറമേ ലുക്കിലാ കാര്യം, അല്ലേ? ആണോ അല്ലയോ? നമ്മളെങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, പുറമേയുള്ള ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. എന്റെ മുത്തശ്ശി മരിച്ചിട്ട് ഞാനൊന്ന് തലമുട്ടയടിച്ചൊന്ന് ക്ലീൻ ഷേവ് ചെയ്തപ്പോ 4 സപ്താഹം പോയി കിട്ടി. വിളിക്കാൻ വന്നവരാരും ബുക്ക് ചെയ്തില്ല. എന്താ കാരണം? ആചാരനെ കാണാൻ ബുക്കില്ല. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അപ്പോ നമ്മൾ ഇത്തരത്തില് ആ ഈശ്വരീയമായ ചിന്തകളിൽ കൂടി മനസ്സിനെ കൊണ്ടുപോകാതെ ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളിൽ കൂടി മനസ്സിനെ കൊണ്ടുപോകുന്നിടത്തോളം കാലമാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല. ഉറപ്പിച്ചു വെച്ചോളൂ. ആ ശുദ്ധതയില്ലാത്ത മനസ്സ് ഒരിക്കലും എങ്ങോട്ടും അധികം പോവില്ല, ഈശ്വരങ്കിലേക്ക് പോവില്ല. ഇപ്പൊ കുറച്ചെങ്കിലും ശുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ചെങ്കിലും, പൂർണ്ണ ശുദ്ധി എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടത്. മനസ്സ് ശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ശുദ്ധമാക്കാൻ അത്ര എളുപ്പം സാധ്യമല്ല. അപ്പൊ ആ ശുദ്ധമാകുന്ന മനസ്സിലേക്ക് ഈശ്വരീയമായ ചിന്തകൾ കൂടുതൽ. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പറഞ്ഞു, രാമൻ ഇരിക്കുന്നിടത്ത് ആരുണ്ടാവില്ല എന്ന്, രാവണൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. രാവണനുള്ളതോട്ട് ആര് വരില്ല? രാമനും വരില്ല എന്നതുപോലെ ഈശ്വരീയമായ ചിന്തകൾ നിലനിൽക്കുന്നിടത്തോളം സമയം മറ്റുള്ള ചിന്തകളൊന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മരിക്കാൻ കിടക്കുമ്പോ ഈശ്വര എന്നൊന്ന് വിളിക്കണമെങ്കിൽ അത് ആദ്യകാലം മുതലേ നമ്മൾ ആർജിച്ചു വെച്ചെങ്കിൽ മാത്രമേ ആ സമയത്ത് വിളിക്കാൻ തോന്നൂ. അല്ലേ അവിടെ കിടന്നുകൊണ്ട് എന്തോ പറയാം. കാരണം ഈശ്വര എന്ന് വിളിക്കാൻ തോന്നത്തില്ല. അന്നേരം എന്താ, ഈ പ്രാണൻ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങുമ്പോ ഇവിടെ കിടന്ന് വെക്കും, ഇല്ലേ? വെക്കുവോ ഇല്ലയോ? കണ്ടിട്ടുണ്ടോ മരിക്കണത്? ഉണ്ടോ? ഇല്ല. ഒന്ന് കാണണം, നല്ല രസമാണ് മരിക്കുന്നതാണ്. എന്ത് ഭംഗിയാന്നറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കഫമെല്ലാം കൂടി ഇവിടെ കയറും, അവിടെ കിടന്നിട്ട് നോക്കും, അല്ലെ കോഴി നോക്കുന്ന പോലെ. അന്നേരം അവിടെ കിടന്ന് ഇതൊരു പിടുത്തം പിടിക്കും. ഇച്ചിരി നേരത്തേക്ക് ഒന്നും അനക്കം ഉണ്ടാവൂല. അന്നേരം ഇച്ചിരി കഴിയുമ്പോൾ കാണാം
കാരണം എന്താ, ഇതെല്ലാം കൂടെ മുകളിലോട്ട് കയറി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ മുകളിലേക്ക് എടുത്ത ശ്വാസം തിരിച്ചു താഴോട്ട് വിടാൻ പോലും ശേഷിയില്ലാത്ത ശരീരത്ത് കിടന്നുകൊണ്ട് ആ പ്രാണൻ അങ്ങനെ കിടന്ന് പടയും. അന്നേരം എന്തോ വിളിക്കാൻ പോകുന്നു? നാരായണ എന്ന് വിളിക്കാൻ തോന്നുമോ? ഇല്ല. മനസ്സിലാവണം എന്താ പറയണേ? ആ സമയത്തും ഉള്ളിന്റെ ഉള്ളിൽ നാരായണ എന്നൊന്ന് വിളിക്കാൻ തോന്നണമെങ്കിൽ അവന്റെ നാവിൽ സർവദാ ആ നാരായണ നാമം വിളങ്ങി നിന്നവനായിരിക്കണം. അതിന് ഉദാഹരണമാണ് അജാമിളൻ 6-ാമത്തെ സ്കന്ധത്തില്. തന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് താൻ അധപതിച്ചു പോയി എങ്കിലും തനിക്കുണ്ടായ സന്തതിക്ക് നാരായണ എന്ന് പേരിട്ടത് കൊണ്ട് ആ കുട്ടിയോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് നിരന്തരമായി നാരായണ നാരായണ എന്ന് വിളിച്ചത് കൊണ്ട് യമദൂതന്മാർ അരികിൽ വന്ന് നിന്നപ്പോഴും എന്ത് വിളിക്കാൻ തോന്നി? നമ്മുടെയൊക്കെ മകളുടെയൊക്കെ പേരെന്തുവാ? ഇപ്പോഴത്തെ പേരൊക്കെ 2 അക്ഷരമുള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ ഇല്ലേ? പണ്ട് കാലത്ത് എങ്ങനെയാ പേരിട്ടോണ്ടിരുന്നത്? ആ വാസുദേവൻ, ഗോവിന്ദൻ, ശങ്കരൻ, നാരായണൻ ഇല്ലേ, രാമൻകുട്ടി ഇല്ലേ? എന്തുകൊണ്ടാ അങ്ങനെ പേരിട്ടോണ്ടിരുന്നത്? ആ മക്കളെയാണ് വിളിക്കുന്നെങ്കിൽ ആരുടെ പേരാ കിടക്കുന്ന മുഴുവൻ? ആ ഭഗവാന്റെ പേരാ. സ്ത്രീകൾക്ക് എന്തുവായിരുന്നു? വാസന്തി, ലക്ഷ്മി, പിന്നെ ഞാനും ആ ഗോമതി, ശങ്കരി അല്ലേ? ഇതൊക്കെ ഭഗവതിമാരുടെ പേരല്ലേ? അല്ലേ? ഇപ്പോഴത്തെ മക്കൾക്ക് ഇട്ട വെക്കുന്ന പേര് കിട്ടു, മുട്ടു, ചട്ടു, പെട്ടു ഇല്ലേ? ചാവാ നേരം വെള്ളം ചോദിക്കും, മോനെ കിട്ടുവേന്ന് വിളിക്കുന്നുണ്ട്. കിട്ടു കേട്ടില്ലെങ്കിൽ നമ്മള് പെട്ടു, വെള്ളം ഇറങ്ങാതെ ചാവാം. ചിന്തിച്ചു നോക്കൂ. ശരിയല്ലേ ഞാൻ പറയുന്നേ? അപ്പൊ ഇവിടെ അജാമിൽ എന്ത് കിട്ടി? താൻ പിറന്നത് ബ്രാഹ്മണ കുലത്തിലാണ്. അതിനി സത്യേഷ് ഈ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ പൂണുനൂലിട്ടവരെല്ലാം ബ്രാഹ്മണരാണല്ല. പൂണുനൂലിട്ടവരെല്ലാം ബ്രാഹ്മണരല്ല. പൂണുനൂലിട്ടത് കൊണ്ട് ബ്രാഹ്മണനാവുകയില്ല. പിന്നെ ആരാ ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനേത് ബ്രാഹ്മണ എന്നാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തന്റെ അറിവുകളെ ബൃഹത്തായ രീതിയിൽ മറ്റുള്ളവർക്ക് പകർന്ന് ആ അറിവ് പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ പേര് ബ്രാഹ്മണൻ എന്നാണ്. ബൃഹത്തായിട്ട് ചിന്തിക്കാൻ കഴിയുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നെങ്കിൽ അവന്റെ പേര് ബ്രാഹ്മണൻ എന്നാണ്. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തന്നെ വർണ്ണങ്ങളിൽ ഒന്നാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന 4 വർണ്ണങ്ങളാണ്. അത് കുലമോ ജാതിയോ അല്ല. ശ്രദ്ധിച്ചോ. പിന്നീട് അതൊരു ജാതിയായിട്ട് എടുക്കപ്പെട്ടതാണ്. ഓരോ മനുഷ്യനിലും നിറഞ്ഞു നിൽക്കുന്ന 4 വർണ്ണങ്ങളാണ്. ഇപ്പൊ ഞാൻ ബ്രാഹ്മണനാ. എന്താ കാര്യം? ഈശ്വരീയമായ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്. ഞാൻ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ ഞാൻ ആരായി? ക്ഷത്രിയനായി. കാരണം ഭരണം നടത്തുന്നവൻ ക്ഷത്രിയനാണ്. അതേ ഞാൻ നാളെ കച്ചവടം അല്ലെങ്കിൽ വാണിഭം ചെയ്താൽ ഞാൻ ആരായി? വൈശ്യനായി. അതേ ഞാൻ നാളെ മറ്റൊരാളുടെ ദാസനായി നിന്നാൽ ഞാൻ ആരായി? ശൂദ്രനായി. ഈ 4 വർണ്ണങ്ങളാണ്. അത് നമ്മളിലെല്ലാം ഉണ്ട്. അത് കർമ്മത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വർണ്ണം. പിന്നെ അതൊരു കുലമായിട്ടും ജാതിയായിട്ടും മാറ്റപ്പെട്ട് പോയതുകൊണ്ടാണ് ഇന്ന് ആ ഒരു തലത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൂണുനൂലിട്ട ബ്രാഹ്മണനാവെന്ന് ചോദിച്ചാൽ പൂണുനൂലിട്ട ബ്രാഹ്മണനാവില്ല. 2ാമത്തെ ജന്മം ദ്വിജൻ എന്ന അവസ്ഥയിലേക്ക് എത്തുള്ളൂ. പിന്നെ കാലങ്ങളായിട്ട് ഇത് കുലമാണെന്ന് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ കുലത്തിൽ പിറന്നു എന്ന് പറയാൻ അത്രേ ഉള്ളൂ. ഇനി കർമ്മം പിഴച്ചാലോ ബ്രാഹ്മണനാണെങ്കിൽ പോലും ചണ്ടാളത്വത്തിലേക്ക് എത്തും. ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇനി ബ്രാഹ്മണന് ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്.
അവൻ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല, മറ്റൊരാൾക്ക് ദ്രോഹം വരുന്നതൊന്നും ചെയ്യാൻ പാടില്ല, ക്രോധമുണ്ടാവരുത്, അർത്ഥത്തിനോട് ആർത്തി ഉണ്ടാവാൻ പാടില്ല, ക്ഷുദ്രകർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ധനം മോഹിക്കാൻ പാടില്ല, കിട്ടുന്നതിൽ തൃപ്തനായിരിക്കണം. ഇങ്ങനെയൊക്കെ കൂടെ ഉണ്ട്. എന്തുകൊണ്ട്? ഇതൊക്കെ ഒത്തുവരുമ്പോഴാണ് അവൻ ബ്രാഹ്മണനാകുക. ഇനി ആ ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ബ്രഹ്മത്വത്തിൽ ബ്രാഹ്മണൻ നിന്ന അവസ്ഥയിൽ നിന്ന് ആ കർമ്മം പിഴച്ചു പോയാൽ അവൻ ചണ്ടാളനാവും. അങ്ങനെ ചണ്ടാളത്വത്തിലേക്ക് വന്ന ആളാണ് ആര്? അജാമണൻ. പക്ഷെ ഗുണം എന്ത് കിട്ടി? ആ പൂർവജന്മാർജനമായിരിക്കുന്ന സുഹൃതം കൊണ്ടും കുട്ടിക്കാലത്ത് താൻ ആർജിച്ചു വെച്ചിരിക്കുന്ന ആ സൽക്കർമ്മങ്ങൾ കൊണ്ടും താൻ തന്റെ കർമ്മപദം പിഴച്ചു പോയിട്ടും തനിക്കുണ്ടായ സന്തതിക്ക് നാരായണ എന്ന് പേരിട്ടത് കൊണ്ട് യമദൂതന്മാരെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവണുണ്ടോ പറയണേ? അപ്പൊ സന്തതിക്കാണെങ്കിൽ പോലും ഈശ്വരന്റെ നാമത്തെ ഇട്ടാൽ അത് നാവിൽ വിളങ്ങുന്നിടത്തോളം കാലം പെട്ടെന്ന് ഒന്ന് ഓർത്തോക്കോ. നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോ ആരെയും ആദ്യം കൊടുക്കാം? ഭഗവാനെ ഓർക്കുവോ? കല്ലേ കാലം തട്ടി ആദ്യം എന്താ പറയുന്നു? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? അമ്മയോ? വെള്ളം പോലും കുടിക്കുന്നുണ്ടാവില്ല. അവര് വെള്ളം കുടിക്കുന്നുണ്ടോ ചെന്നി ചോദിക്കേണ്ടി വരും ഇല്ലേ? നമുക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരാന്നറിയാം? അറിയാ? നമ്മളെ തന്നെ. നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ഇനി വേണ്ട. ഇപ്പൊ അമ്മയാന്ന് പറഞ്ഞല്ലോ, ഈ അമ്മ നമുക്കെതിരെ ഒന്ന് തിരിയട്ടെ. എന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ അമ്മയൊന്ന് തിരിയട്ടെ. അമ്മയോട് സ്നേഹം ഉണ്ടാവുക? ഉണ്ടാവുക? ഉണ്ടാവില്ല. ഇനിയിപ്പൊ നാളെ കാണാം, കംസൻ കാണിച്ചു വരും ആർക്ക് ആരോടാ ഇഷ്ടം. ചിലര് പറയാം എന്റെ ചങ്കാ ഭർത്താവ് ചുമ്മാതാ, വെറുതെ. അപ്പൊ അതുകൊണ്ട് സന്തതികൾക്ക് ഈശ്വരീയ നാമം ഇട്ടാൽ അവസാന കാലത്ത് എങ്കിലും ഒന്ന് വിളിച്ച് രക്ഷപ്പെടാം. എന്നാൽ ആ നാരായണ എന്ന 4 അക്ഷരത്തിന്റെ മഹത്വം നരകത്തിൽ നിന്ന് കരകയറാൻ ഇതുപോലൊരു നാമം വേറെ ഇല്ല എന്നാണ് അജാമിളം പറയുന്നത്. നാരായണ എന്ന് ജപിച്ചാല് നാണങ്ങളും പശുകളും നരകത്തിൽ നിന്ന് കരകയറുകയും ചെയ്യാമെന്നാണ്. പക്ഷെ നമ്മൾ വിളിക്കൂല. കാല് തട്ടിയ ഉടനെ വിളിക്കും, അയ്യോ എന്ന് വിളിക്കും അല്ലേ? ആ അയ്യനാരാ? കാലനാണ്. നമ്മൾ വിളിക്കുന്ന എല്ലാം ആരെയാ? ആ അദ്ദേഹത്തെയാണ്. നല്ല കാര്യമാണ്. എന്താ കാരണം? വളരെ വേഗം അപ്പൊ അജാമിളം പഠിപ്പിക്കുന്നു നാരായണ എന്ന 4 അക്ഷരത്തിന്റെ മഹത്വം. കർമ്മം വിഴച്ചു പോയാലും അവസാന നേരത്തെങ്കിലും നാരായണ എന്ന് വിളിക്കാൻ കഴിഞ്ഞാൽ ആ നരക യാതനകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്ന് പഠിപ്പിക്കുക. അവിടുന്ന് അങ്ങോട്ട് കിടക്കുമ്പോഴാണ് സപ്തമസ്കന്ധത്തില് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ഭഗവാന്റെ അതിഗംഭീരമായിരിക്കുന്ന നൃസിംഹ അവതാരം. ഭഗവാന്റെ അവതാരങ്ങളിൽ വെച്ച് വളരെ ശക്തം അല്ലെങ്കിൽ ഭീകരം എന്ന് തോന്നാവുന്ന ഒരു അവതാര സ്വരൂപമാണ് നൃസിംഹദാരം. എന്നെ പോലെ കണ്ട ഭയങ്കരമാണെന്ന് തോന്നും, അടുത്തറിയണം അല്ലേ? മനസ്സിന്റെ നൈർമല്യം അറിയണം. അതുകൊണ്ട് കാണുമ്പോൾ ഭീകരമെന്ന് തോന്നും. സത്യത്തിൽ ഭഗവാൻ ഇത്രമാത്രം ഭക്തവാത്സല്യം
ഒരു സ്വരൂപം നരസിംഹത്തെ പോലെ വേറെയില്ല. പക്ഷെ നമുക്ക് അടിക്കാൻ പേടിയാണ്. ഭദ്രകാളിയുടെ കാര്യം പറഞ്ഞവൻ അടിക്കാൻ ഭയങ്കര പേടിയാണ്. എന്താ കാരണം? ആ ദംഷ്ട്രയും ആ നഖരങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിൽക്കുന്ന നിപ്പ് കണ്ടാല് ഭയങ്കരമായ ഒരു ഭീതി ഉള്ളില് ജനിപ്പിക്കും. ആ ഭഗവാന്റെ അവതാരത്തിന് കാരണക്കാരനാരാ? ഹിരണ്യകശിപുവാണ്. ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി പ്രഹ്ലാദനെ കൂട്ടുപിടിച്ചുകൊണ്ടെത്തിയ ആളാര്? ഭഗവാൻ. എല്ലാവരും പറയാറുണ്ട് പ്രഹ്ലാദ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നൃസിംഹാവതാരം ഉണ്ടാകുന്നല്ല. പ്രഹ്ലാദ രക്ഷയേക്കാൾ പ്രാധാന്യം ഹിരണ്യകശിപുവിനെ അനുഗ്രഹിക്കാവുന്ന ഒരു ഉദ്ദേശം ഭഗവാൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? ഹിരണ്യകശിപുവിന്റെ ജന്മം അങ്ങനെ ആയതുകൊണ്ടാണ്. അവരുടെ പൂർവ്വജന്മം അറിയുമ്പോഴാണ് ശരിക്കും നമുക്ക് ഹിരണ്യകശിപു ആരാണെന്ന് അറിയാൻ കഴിയുക. ഇവര് വൈകുണ്ഠത്തിലെ 7ാമത്തെ വാതിലിലെ കാവൽക്കാരായിരുന്നു ജയനും വിജയനും. ഭഗവാൻ ദർശനത്തിനായിട്ട് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകാദി മഹർഷിമാരാണ് വൈകുണ്ഠത്തിലെത്തുമ്പോൾ ഭഗവത് ദർശനത്തിന് തടസ്സമുണ്ടാക്കി ജയവിജയന്മാർ. അന്നേരം അവര് ശപിച്ചതാണ്, നിങ്ങൾ ഇവിടെ നിൽക്കാൻ യോഗ്യരല്ല, 3 ജന്മം പോയി അസുരകുലത്തിൽ പിറക്കാൻ അല്ലെ നീച യോനിയിൽ പിറക്കാൻ ഇടവരട്ടെ എന്നൊരു ശാപം കൊടുക്കുന്നു. ശാപം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത്. ചിലർക്ക് അങ്ങനെ, ചിലത് കിട്ടിക്കഴിയുമ്പോഴേ ബോധം വരും. അതുപോലെ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് മുട്ടി നിൽക്കും. മേടിച്ച് കിട്ടിക്കഴിയുമ്പോഴേ ബോധമാണെന്ന് വെച്ചു അതിന് പോകണ്ടായിരുന്നു. ഇല്ലേ? നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് ഇല്ലേ? ഇല്ലേ? ഉണ്ടാവും. മേടിച്ച് കെട്ടുമ്പോഴേ അറിയും നമ്മൾ ഉദ്ദേശപരമുള്ള സാധനമൊന്നുമല്ല. അത് കിട്ടുന്ന വരെ കിടന്ന് തുളയ്ക്കും. മേടിച്ച് കെട്ടിക്കഴിയുമ്പോൾ സമാധാനമാണ്. അപ്പോ ഇവിടെ കുട്ടികളാണ് സനകാദി മഹർഷി. ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരിലെ ആദ്യത്തെ സൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മചര്യ നിഷ്ഠ ബോധിപ്പിക്കാനായിട്ടുള്ള ജന്മങ്ങളാണ് ഈ സനകാദി മഹർഷിമാര്. 4 കുട്ടികളാണ്. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്ന് പറയുന്ന 4 കുട്ടികൾ. 4 പേരെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് സനകാദികൾ എന്ന്. ഇവരാണ് വൈകുണ്ഠത്തിൽ ചെന്നത് ഭഗവാനെ കാണാൻ. എവിടെ വൈകുണ്ഠം? ഞങ്ങള് പോയിട്ടില്ല സാറില്ലേ. അത് വരെ പറയാം. അപ്പൊ വൈകുണ്ഠത്തില് ചെന്ന് ഭഗവാനെ ദർശിക്കാനായിട്ട് അവിടെ ദർശനം ചെയ്യുമ്പോ കുട്ടികളല്ലേ, ഇവരൊന്ന് ഭയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് നോക്കിയതാ. പക്ഷെ ഭയപ്പെട്ടത് ജയവിജയന്മാരാ. എന്താ കാരണം? ഇവരൊരു ശാപം വെച്ചു കൊടുത്തു. ഈ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ബോധം വീണത്. ഇത് വേണ്ടിയിരുന്നില്ല. ഉടൻ തന്നെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് തിരിച്ചനുഗ്രഹിക്കുന്നത് എന്താ? ഈ 3 ജന്മത്തിൽ ഞാൻ തന്നെ നിങ്ങളെ അനുഗ്രഹിച്ചു കൊള്ളാം എന്നൊരു അനുഗ്രഹം കൊടുത്തു. അങ്ങനെ ആ ശാപം കൊണ്ട് ഭൂമിയില് എടുത്ത ആദ്യത്തെ ജന്മങ്ങള് ആണ് ഹിരണ്യാക്ഷനും ഹിരണ്യേശവും. ഹിരണ്യാക്ഷനെ ആരാ നിഗ്രഹിച്ചത്? ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചത് ആരായിരുന്നു? ഞങ്ങളാരും അല്ല, നീ അതിന്റെ പുറകിൽ പോകുന്ന ഞങ്ങൾക്ക് ഇന്നലെ പറഞ്ഞതാ. ഈ ഒച്ചടപ്പും വെച്ചോണ്ട് ഇത്രയും വലിച്ചു കയറിയിട്ടും പിന്നെ ഞാൻ എന്തിനാ എന്റെ ആരോഗ്യം വെറുതെ കളയുന്നേ? ഹിരണ്യാക്ഷനെ കൊന്നത് ആരായിരുന്നു? മഹാവിഷ്ണു എന്ന് പറയുന്നത്. മഹാവിഷ്ണു എന്ന് എനിക്കും അറിയാം. അത് ഏത് അവതാര സ്വരൂപമാണെന്ന് ഞാൻ ചോദിച്ചത്. ഓന്റെ അമ്മ സന്തൊഴുത് കണ്ട ഒരാക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ. സത്യത്തോടു കൂടി കേട്ടിരുന്നതിന്റെ ഗുണമാണ്.
ആ വരാഹരൂപിയായി വന്ന ഭഗവാൻ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു. ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോ ഹിരണ്യകശിപു തപസ്സിനായിട്ട് പോയി എന്നാണ്. തപസ്സിനായിട്ട് പോയി ബ്രഹ്മദേവനെയാണ് തപം ചെയ്യുന്നത്. പ്രത്യക്ഷപ്പെടാനൊക്കെ കുറച്ച് സമയമൊക്കെ എടുത്തു ബ്രഹ്മദേവൻ. കാരണം അത്ര പെട്ടെന്നൊന്നും വരം കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അസുരനാണ്, അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ജന്മം കൊടുക്കാൻ പറ്റില്ല, അല്ല വരം കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇവർ അസുരനായിട്ട് ജനിച്ചതെന്നാ ഞാൻ പറഞ്ഞത്? ഇവർ അസുരനായിട്ട് ജനിക്കാനുണ്ടായ കാരണം എന്താ? ഞാൻ എഴുന്നേറ്റ് പോവാ. ആര് ശപിച്ചിട്ടാ? അപ്പൊ നിങ്ങൾ ഇവിടെ അല്ലെന്ന് പറ്റും. ഇതൊന്ന് നിർത്തിയിരുന്നേ അവിടെ പോയി ക്യൂ നിൽക്കാതെ ഇങ്ങനെ കണ്ട് ചിന്തിച്ചിരിക്കാൻ പോകുന്നു. ആണോ? നിങ്ങളുടെ ശരീരം മാത്രമേ ഉള്ളൂ ഇവിടെ, ശ്രദ്ധ ഇവിടെ ഇല്ല എന്നല്ലേ അതിനർത്ഥം. ഒന്നുകൂടെ പറയാം, സനകാദി മഹർഷിമാരാണ് ശപിച്ചത്. അതോ ഇനി എന്റെ സൗന്ദര്യമല്ലോ കണ്ട് മതി പറഞ്ഞിരുന്ന് പോയതാണ്? അറിയാൻ പറ്റൂ ഇനി. അങ്ങനെയാണെങ്കിൽ നാളെ പോലെ ഞാൻ മേക്കപ്പ് ഒന്നും ഇടുന്നില്ല. സ്വാമി അപ്പൊ സനകാദി മഹർഷിമാരാണ് ശമിച്ചത്. എന്തിനാ? ഈശ്വര ദർശനത്തിന് തടസ്സം ഉണ്ടാക്കി. നമ്മളും ചിലപ്പോ അങ്ങനെ ചെയ്യാറുണ്ട് ഇല്ലേ? ഇവിടോട്ട് വന്നാ എങ്ങനെ നിക്ക, എവിടെ നിക്ക? ശ്രീകോവിലിന്റെ നടുക്ക് കയറി ഒരു നിപ്പുണ്ട് ഇല്ലേ? ഞാൻ കണ്ടിട്ട് ബാക്കിയുള്ളവര് കണ്ടാ മതി. അടുത്ത ജന്മം അസുരനാണ്. ഈശ്വര ദർശനത്തിന് തടസ്സം ഉണ്ടാക്കിയാൽ അവൻ ജനിക്കാൻ പോണത് എന്തായിട്ട് ജനിക്കും? അസുരനായിട്ട് ജനിക്കും. ഓർത്തോണേ. അതുകൊണ്ട് ആർക്കും ദർശനത്തിന് തടസ്സമുണ്ടാകാത്ത വിധത്തിൽ വേണം ക്ഷേത്ര ദർശനത്തിന് നിൽക്കാൻ. പിന്നെ വണ്ണം കുറഞ്ഞ സൈസ് വല്ലതും ആണെങ്കിൽ പറയുകയും വേണ്ട, പിന്നെ ആർക്കും ഒന്നും ഇല്ലേ? ഒരിക്കലും അങ്ങനെ ചെന്ന് തൊഴാൻ പാടില്ല കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ ശാപം കിട്ടിയതാണ്. ഈ ദിതിയുടെയും കശ്യപന്റെയും പുത്രന്മാരായിട്ട് പറഞ്ഞു ആര്? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അതിൽ ഹിരണ്യാക്ഷനെ വരാഹമൂർത്തിയായി ഭഗവാൻ വന്ന് നിഗ്രഹിച്ചു. ഹിരണ്യകശിപു തന്റെ സഹോദരന്റെ മരണം ഒക്കെ അറിഞ്ഞ് ഈ കരുത്ത് പോരാ, ഇച്ചിരുടെ ബലം വേണം എന്ന് ആലോചിച്ചിട്ട് പോയി തപം ചെയ്തു ബ്രഹ്മദേവനെ. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടതായപ്പോ തന്റെ മാംസമൊക്കെ അറുത്ത് ഹോമിക്കാൻ തുടങ്ങിയതാണ്. അസുരന്മാരങ്ങനെ അവരുടെ കാര്യം സാധിക്കാൻ അവരേത് കഠിനമായ പ്രവൃത്തി ചെയ്യും. അതിന് ആർക്കെങ്കിലും ദ്രോഹം ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്നൊന്നും അവർ നോക്കില്ല. അവരുടെ കാര്യസാധ്യത്തിന് അവരെന്ത് ചെയ്യും. അത്ര കഠിന ഹൃദയന്മാരാണ് ഈ അസുരന്മാർ. അങ്ങനെ ഹിരണ്യകശിപു തപം ചെയ്തിട്ടൊന്നും ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടായ അവസാനം തലയറുത്ത് ഹോമിക്കാൻ തയ്യാറായിരുന്നാണ്. അപ്പോ ബ്രഹ്മദേവൻ കയറി കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഹേ ഹിരണ്യകശിപു, തലയറുത്താ പിന്നെ ഒന്നിനും കൊള്ളില്ല കാണാൻ. തല പോയാൽ പിന്നെ കാണാൻ കൊള്ളില്ല. അതുകൊണ്ട് തലയൊന്നും അറക്കണ്ട, എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഹിരണ്യകശിപു പറഞ്ഞു, എനിക്ക് മരണമുണ്ടാവാൻ പാടില്ല. നമ്മളും അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് മരണം ഉണ്ടാവരുതെന്ന്. പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? ഉറപ്പാണോ? ഞാൻ പൊട്ടിക്കട്ടോ? നമ്മൾ ഇച്ചിരി ബുദ്ധി കൂടുതലുള്ളവരെ ഇച്ചിരി വളച്ചു പിടിച്ചാൽ ചോദിക്കുക. അസുരന്മാര് നേരെ ചോദിക്കും, നമ്മൾ ഇച്ചിരി വളച്ചു ചോദിക്കും. എങ്ങനെ നമ്മുടെ ചോദ്യം എന്നറിയാമോ? എന്റെ അമ്മേ ആയുസ്സും ആരോഗ്യവും തരണേ പറയാറുണ്ടോ? ഉണ്ടോ? അപ്പൊ അതിനർത്ഥം എന്തുവാ? ആയുസ് കൊണ്ട് ആരോഗ്യം ഉണ്ട്, അതിനർത്ഥം എന്തുവാ? മരണം ഉണ്ടാവത്തില്ലെന്നല്ലയോ? അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണത് എന്തുവാ? മരണം ഉണ്ടാവരുതെന്നല്ലേ? അങ്ങനെ ഞാനും പറഞ്ഞു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, അതൊന്നും സാധ്യമാവില്ല.
എന്താ കാരണം? ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാ. നമ്മൾ പോയാലും ഇവിടെ പിന്നെ മൈക്ക് ബോക്സ് പോരുത്. അപ്പോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന് നാശം ഉറപ്പാ. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ശരീരം സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ടാണ് ഇതെല്ലാം എന്ത് ചെയ്യണത്? നശിക്കണത്. ഇതെല്ലാം ഈ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാ? നമ്മുടെയൊക്കെ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാ? എന്നൊക്കെ ചോദിച്ചപ്പോ ഞങ്ങൾ എന്തുവാന്ന് പറഞ്ഞിരിക്കണില്ലേ? ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന മാത്രമേ അറിയത്തുള്ളൂ. പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഏതൊക്കെയാ പഞ്ചഭൂതങ്ങള്? വായു, അഗ്നി, ജലം. മൂന്നായി. വായു പറഞ്ഞു. വായു, അഗ്നി, ജലം, ഭൂമി, ആകാശം. അറിയാൻ വയ്യാത്തവരൊന്നും അല്ല, എന്നെ പരീക്ഷിക്കാനിരിക്കും അമ്പട്ടാ. അപ്പോ ഇതാണ് പഞ്ചഭൂതങ്ങൾ. അതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരമായതുകൊണ്ട് ഈ ജീവൻ ദേഹത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ പഞ്ചഭൂതത്തിൽ തന്നെ ലയിപ്പിക്കുകയും വേണം. അതിനാണ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ എവിടെ കിടത്തും? ഇപ്പം ഫ്രിഡ്ജിനകത്ത് കിടത്തും ഇല്ലേ? പണ്ടൊക്കെ നിലത്തായിരുന്നു കിടത്തിക്കൊണ്ടിരുന്നത് ഇല്ലേ? അപ്പൊ ഭൂമിയായിട്ടുള്ള ബന്ധായി. അത് കഴിയുമ്പോ എന്ത് ചെയ്യും? കുളിപ്പിക്കും ഇല്ലേ? ഇപ്പൊ കുളിപ്പിയിലൊന്നുമില്ല, ഉണ്ടോ? കാരണം അവിടെ നിന്ന് തുടച്ചാ തന്നെ എന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുളിപ്പില്ല. അപ്പൊ വെള്ളത്തിന്റെ സ്പർശമായി. പിന്നെയോ അഗ്നിയിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ അഗ്നിയായിട്ടുള്ള ബന്ധായി. അത് വായുവിൽ കൂടി എവിടെയൊക്കെ ചെല്ലും? ആകാശത്തേക്ക്. അങ്ങനെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരമാണ്. അതുകൊണ്ട് പഞ്ചഭൂതത്തിൽ തന്നെ ലയിച്ചു ചേരുകയും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശരീരം സൃഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നാശത്തിലേക്ക് പോയിരിക്കും ഉറപ്പ്. എന്നും ഒരുപോലെ നിലനിൽക്കില്ല. അതുകൊണ്ട് ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ മൃതിയും ഉറപ്പ്. മരണമില്ലാത്തൊരവസ്ഥ തരാൻ സാധ്യമാവില്ല. വേറെ എന്തെങ്കിലും വരം വേണേ ചോദിച്ചോളാം. ഹിരണ്യകശിപുവിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, എന്തുണ്ടാവരുത്? മരണം ഉണ്ടായിരുന്നു. അപ്പൊ മരണം വരാൻ ഇതുവഴിയൊക്കെ സാധ്യത ഉണ്ടെന്ന് ആലോചിച്ചു. ആര്? എടാ കുഞ്ഞെ, എന്നെ കാണത്തില്ലടാ. അപ്പോ ഹിരണ്യകശിപു ആലോചിച്ചു ഇതുവഴിയൊക്കെ മരണം ഉണ്ടാവാം. മരണം ഉണ്ടാവാൻ സാധ്യതയുള്ള സർവ്വ പഴുതുകളും അടച്ചുകൊണ്ട് വരം ചോദിക്കാൻ തീരുമാനിച്ചു. എന്താ ചോദിച്ചത്? ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്. ഒരായുധങ്ങളാലും വധിക്കപ്പെടാൻ പാടില്ല. ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ടത് ഒന്നും ആവരുത്. ഒരു യോനിയിലും പിറന്നതാവരുത്. മനുഷ്യനാവരുത്, മൃഗമാവരുത്, രാത്രിയാവരുത്, പകലാവരുത് എന്ന് വേണ്ട. ഏതൊക്കെ വിധത്തിൽ മരണമുണ്ടാവാൻ സാധ്യതയുണ്ടോ ആ പഴുതുകളെ മുഴുവൻ അടച്ചുകൊണ്ടാണ് ഹിരണ്യകശിപു വരം ചോദിച്ചത്. ബ്രഹ്മദേവൻ ആകെപ്പാടെ പെട്ടു. ബ്രഹ്മദേവന് മനസ്സിലായി ഇവൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് മരണം ഉണ്ടാവരുതെന്ന് ഇവൻ ചോദിച്ചേക്കുന്നേ. പക്ഷെ ഇനി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ നിന്നുകൊണ്ട് സാക്ഷാൽ നാരായണനെ മനസ്സിൽ ധ്യാനിച്ചു. ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മദേവ കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ട്, ബാക്കി ഞാൻ നോക്കിക്കോളാം. കാരണം ഏതു പ്രശ്നത്തിലും പരിഹാരം കാണാൻ ആരും എടുക്കനാണ്? നാരായണൻ എടുക്കനാണ്. അതുകൊണ്ട് നാരായണൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോളൂ ബ്രഹ്മദേവ, കൊടുത്തോളൂ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ബ്രഹ്മദേവൻ പറഞ്ഞു, തഥാസ്തു. ഈ
അപ്പൊ നമ്മളെവിടെ പറഞ്ഞു വെച്ചേ? ചോറിനകത്ത് പോയോ? എവിടെ അവള് പറഞ്ഞു വെച്ചേ? കേട്ടില്ല. വരം കൊടുത്തു. അപ്പൊ തഥാസ്തു എന്ന് പറഞ്ഞു. ഈ ദേവന്മാരെല്ലാം അങ്ങനെയാണ്. എന്തായാലും ചോദിച്ചാൽ അങ്ങനെ ഒറ്റ വാക്കേ ഉള്ളൂ, തഥാസ്തു അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന്. നമ്മുടെ പല കാര്യം നടക്കാത്തതും അതുകൊണ്ടാണ്. എന്താ കാര്യം തന്നെയാന്ന്? മോളെ കല്യാണം നടന്നില്ലേ, നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുക? എന്നെ ചോദിച്ചിട്ടില്ലേ അമ്മേ, എന്റെ മോളെ കല്യാണം ഇതുവരെ നടന്നില്ലല്ലോ അമ്മേ എന്ന് പറയും. അമ്മ അവിടെ ഇരുന്നോട്ട് എന്താ പറയും? ദാദാസു അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന്. എന്റെ മോളെ കല്യാണം നടക്കുമോ? അങ്ങനെ അവിടെ ഒന്നും ചോദിക്കാതിരിക്കാൻ. കാരണം അമ്മയ്ക്ക് അറിയാൻ വയ്യാത്തായിട്ട് ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടോ? നമ്മുടെ ഉള്ളിൽ തോന്നുന്ന 60 കാര്യം ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അതുകൊണ്ട് ഒന്നും ചോദിക്കണ്ട, ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ കാരണം? ചോദിച്ചാൽ ചോദിക്കണതേ കൊടുക്കും. അറിഞ്ഞു തന്നാലോ വാരിക്കോരി കൊടുക്കുന്ന. മനസ്സിലാവുന്നുണ്ടോ പറയണേ? കൊണ്ട് ഒന്നും ചോദിക്കണ്ട, ഒരു വകയും ചോദിക്കണ്ട. അവിടെ ചെല്ലുക, തൊഴുക, അറിയാവുന്ന നാമം ജപിക്കാൻ കഴിഞ്ഞു. അതിക്കുള്ള ഒന്നും ചോദില്ല. മനസ്സിലായില്ലേ? പിടികിട്ടുന്നുണ്ടോ ആവോ? മക്കളെ അവിടുത്തെ ലൈവ് നിൽക്കണം. അവനെ എല്ലാരെയും ഭയങ്കരമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥ. ഈ 10 ലൈവ് നിട്ടെ മോനെ മൈക്ക്. ഓക്കെ. അപ്പോ അവരെന്നെ കണ്ണൂരിട്ടിയാണോ കാണിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോ അതുകൊണ്ട് എന്തായി? തഥാസ്തു എന്ന് പറഞ്ഞു. ഹിരണ്യകശിപുവിന് സന്തോഷായി. എന്തായി? തന്നെ ഇനി ജയിക്കാൻ ഈ ലോകത്ത് ആരുമില്ല. കാരണം ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലല്ലാത്ത ഒന്നും ഈ ലോകത്ത് ഇല്ല. മനുഷ്യനും അല്ലാതില്ല, മൃഗമല്ലാതെ രണ്ടും കൂടെ ചേർന്ന് ഇല്ല. ഒരായുധങ്ങളാലും അല്ലാതെ വേറെ തന്നെ വധിക്കാൻ നിവൃത്തിയൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ചു ചെയ്തു. എല്ലാ അസുരന്മാരെയും കൂടി. അങ്ങനെ അസുരന്മാർക്ക് ആർക്കെങ്കിലും ഒരുത്തര് കരുത്തി കിട്ടിയാൽ മതി, ബാക്കി എല്ലാത്തിനെയും വലിച്ചു കൂട്ടും. അങ്ങനെ വലിച്ചു കൂട്ടി എല്ലാവരുടെ തീരുമാനം എടുത്തു. ഇനി നമ്മുടെ ഭരണം വേണം ത്രൈലോക്യങ്ങളിൽ മുഴുവൻ നടക്കാൻ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഹിരണ്യകശിപു എന്ത് ചെയ്തു? എല്ലാ ലോകങ്ങളും ആക്രമിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു ആജ്ഞയും കൂടെ പ്രഖ്യാപിച്ചു. എന്താ? ഇനി പൂജയും ഹോമവും ഒക്കെ എല്ലാം എനിക്ക് വേണ്ടി മാത്രം. ഇനി മേലാൽ നാരായണന് പൂജ കൊടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്കെല്ലാം തരുന്നത് ഞാൻ. അതുകൊണ്ട് ഇന്നും ഒരു ഹിരണ്യ